IQ കരിയറിന്റെ കോർഡിനേറ്റേഴ്സിനെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരു ആശങ്കയോട് കൂടിയാണ് ഡിഗ്രി വിദ്യാഭ്യാസത്തെ കാണുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന. സൗണ്ട് കുറവുണ്ടോ? കേൾക്കാമല്ലോ അല്ലെ ഡാനിഷ്? കേൾക്കാമല്ലോ അല്ലെ? ആരുടെ മെസ്സേജ് കാണുന്നു? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇന്ന് ഒരു വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. ഞാൻ പൊന്നാനി കോളേജിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പലായിട്ട്. അപ്പൊ ഞാൻ പൊന്നാനിയിൽ നിന്ന് മുക്കത്താണ് വീട്. പൊന്നാനിയിൽ നിന്ന് മുക്കത്തേക്ക് വരാനുള്ള യാത്രാ സമയമായിരുന്നു ഈ 7:30 എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് ഒരു എക്സ്ക്യൂസ് വാങ്ങി 8:30 വരെ സമയം, 8:45 വരെ സമയം ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഈ ഒരു മാറ്റത്തെക്കുറിച്ച്, എന്തിനാണ് ഈ മാറ്റം എന്നുള്ളതിനെ കുറിച്ചും ഇതിന്റെ ഒരു ഘടനയെക്കുറിച്ചും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ അറിയാവുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചോദിക്കാം. അതിന് സാധ്യമായ മറുപടികൾ നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ചും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ കഴിഞ്ഞ ഒരു 40 വർഷം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ 40 വർഷത്തിനകത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമാണ് ഈ ഒരു അക്കാദമിക് ഇയറിലോട് കൂടി 2024-25 അക്കാദമിക് വർഷത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. അത് കേവലം ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സിനെ 4 വർഷത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, അതിൽ അധികം മാറ്റങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ പലരും ഒരു തെറ്റിദ്ധാരണ പ്രകാരം ഈ ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇനി ഇല്ല, ഇനി 4 വർഷം കൊണ്ടേ ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടി ഇതിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ, പുതിയൊരു സംവിധാനത്തിൽ 4 വർഷ ഡിഗ്രി കോഴ്സ് എന്ന തന്നെയാണ് യൂണിവേഴ്സിറ്റിനെ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ വോയിസ് ക്ലിയർ അല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കാണുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണ്, അവരുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിനെ പേരിട്ടത് തന്നെ CUFY-UGP എന്നാണ്. എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year UG പ്രോഗ്രാം എന്നുള്ളതാണ്. ഈ 4-year UG പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 year കൊണ്ട് UG നേടാവുന്ന ഒരവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. ഈ വർഷം 2024-25 ഒരു കോളേജിൽ ഡിഗ്രി പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് 3 ഓപ്ഷനിലൂടെ 3 വ്യത്യസ്ത രൂപത്തിൽ അവരുടെ ബിരുദം പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു അഡീഷണൽ ഓപ്ഷൻ ആയിട്ടാണ് ഈ 4 year വരുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത് 3 year പ്രോഗ്രാം ആയിട്ട് തന്നെ ഈ കുട്ടിക്ക് 133 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ഗ്രാജുവേഷൻ, നിലവിലുള്ള ഗ്രാജുവേഷൻ രൂപത്തിൽ തന്നെ 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞതിനെ ഒന്ന് വിശദീകരിക്കാം. ഒരു വിഷയത്തിനെ, ഒരു സബ്ജക്റ്റിനെ നമ്മൾ നേരത്തെ ഒരു പേപ്പർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോഴ്സിന് എടുക്കുന്ന, നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ എടുക്കുന്ന സമയമോ അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകളും 3 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകളും ആണ് നിലവിലുള്ള യൂണിവേഴ്സിറ്റി സംവിധാനത്തിൽ ഉണ്ടാവുക.
അത്തരം 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകളും 3 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകളും ഓരോ സെമസ്റ്ററുകളിലും എടുത്ത് കൂട്ടിവെച്ചുകൊണ്ട് നമ്മൾ 133 ക്രെഡിറ്റ്, അത് നോർമലി ഗ്രാജുവേഷൻ ചെയ്തു പോകുമ്പോൾ തന്നെ 133 ക്രെഡിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 133 ക്രെഡിറ്റ് ഉള്ള പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയും അതിന്റെ എക്സാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും 3 വർഷം കൊണ്ട് തന്നെ ഡിഗ്രി പൂർത്തിയാക്കാം. അത്തരം ഒരു സംവിധാനമുണ്ട്. ഇനി അതിൽ വരുന്ന അടുത്ത അഡീഷണൽ ഓപ്ഷൻസ് ആയിട്ടാണ് 4ാമത്തെ വർഷത്തിലേക്ക് വരുന്നത്. അതായത് ഡിഗ്രി വിദ്യാഭ്യാസം സെമസ്റ്റർ സിസ്റ്റത്തിലാണ്. ഇപ്പൊ 3 വർഷത്തെ പിന്നെ വിദ്യാഭ്യാസത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് 6 സെമസ്റ്ററിലായിരിക്കും 3 വർഷം കൊണ്ട് ഡിഗ്രി കഴിയുന്നുണ്ടാവുക. അതേസമയം അതേ കോളേജിൽ തന്നെ അതേ പ്രോഗ്രാമിന് തന്നെ ഈ ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് 7ാം സെമസ്റ്ററും 8ാം സെമസ്റ്ററും പഠിച്ചുകൊണ്ട് 4 വർഷത്തെ ബിരുദം കരസ്ഥമാക്കിക്കൊണ്ടും ആ കുട്ടിക്ക് പുറത്തിറങ്ങാം. 4 വർഷത്തെ ബിരുദം തന്നെ 2 രൂപത്തിലുണ്ട്. അതിനെ പറയുന്നത് 4 ഇയർ UG ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനവും, അതേപോലെ 4 ഇയർ UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംവിധാനവും ഉണ്ട്. ഈ 3 വർഷം കൊണ്ടാണ് ഒരു കുട്ടി ഡിഗ്രി പൂർത്തിയാക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് നിലവിലുള്ളതുപോലെ തന്നെ 2 വർഷത്തെ PG പ്രോഗ്രാം ചെയ്ത് UG PG അങ്ങനെ പിന്നെ എന്താണോ നിലവിലുള്ള സംവിധാനം ആ സംവിധാനത്തിൽ തന്നെ തുടർന്ന് പോകാം. അതേസമയം 4 വർഷ UG ഹോണേഴ്സ് ആണ് ഒരു കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് 4ാമത്തെ വർഷമാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. അങ്ങനെ UG ഹോണേഴ്സ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് 1 വർഷം കൊണ്ട് PG പൂർത്തിയാക്കാം. ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഈ കുട്ടി ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് പിന്നെ PhDക്ക് ജോയിൻ ചെയ്യാൻ വിത്തൗട്ട് PG ഇല്ലാതെ തന്നെ PhDക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആണ് അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ 3 സ്ട്രീമാണുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു: 3 ഇയർ UG പ്രോഗ്രാം, 4 ഇയർ UG ഹോണേഴ്സ്, ദെൻ 4 ഇയർ UG ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ഈ 3 ഇയർ UGനെ കുറിച്ച് ഞാൻ പറഞ്ഞു 133 ക്രെഡിറ്റ് ആണ് പൂർത്തിയാക്കേണ്ടത് 3 വർഷം കൊണ്ട്. അതേസമയം ഹോണേഴ്സ് ആണെങ്കിലും ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിലും 177 ക്രെഡിറ്റ് ആണ് പൂർത്തിയാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 4ാമത്തെ വർഷം 44 ക്രെഡിറ്റിനുള്ള കോഴ്സുകൾ ആ കുട്ടി പൂർത്തിയാക്കിയിരിക്കണം. അതില് നോർമൽ ഉള്ള ഹോണേഴ്സും ഹോണേഴ്സ് വിത്ത് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം, ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ 12 ക്രെഡിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള തത്തുല്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഈ ഒരു കുട്ടി ഈ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതൊരു റിസർച്ച് പ്രോജക്റ്റ് ആയിരിക്കണം. അതിനെ ഗൈഡ് ചെയ്യുന്നത് ഒരു പിന്നെ PhD ഉള്ള അധ്യാപകനായിരിക്കണം. അങ്ങനെയാണ് ഈ 44 ക്രെഡിറ്റിൽ 12 ക്രെഡിറ്റ് ആണ് പ്രോജക്റ്റിൽ വരിക. ആ 12 ക്രെഡിറ്റ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ ഈ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഈ UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് PhDക്ക് പോകാം. ഇനി UG ഹോണേഴ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ 1 വർഷത്തെ PG ചെയ്താൽ മതി. നിലവിലുള്ള സംവിധാനം അത് പറയുന്നത് നിലവിലുള്ള PG 2 വർഷത്തെ PG അതുപോലെ തുടരുകയും അതിൽ 2ാം വർഷത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 4 വർഷ ഡിഗ്രിക്കാർക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പൊ 3 രൂപത്തിൽ ഡിഗ്രി പൂർത്തിയാക്കാം. അല്ലാണ്ട് ഒരിക്കലും ഈ 3 വർഷത്തെ UG പൂർണ്ണമായിട്ടും അവസാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഓഡിയൻസിന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കുകയാണ്. 3 വർഷം കൊണ്ട് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ UG പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങാവുന്നതാണ്. ഒരു US ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അവിടെ പലപ്പോഴും ഈ അവരുടെ ഗ്രാജുവേഷൻ ആയിട്ട് അവർ പലപ്പോഴും പരിഗണിക്കുന്നത് 4 ഇയർ ഗ്രാജുവേഷന് മാത്രമേ അവർ പിന്നെ ഗ്രാജുവേഷൻ ആയിട്ട് പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ എയിം ചെയ്തു പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ 3 ഇയർ ഗ്രാജുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അവർ അഡീഷണൽ ക്രെഡിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ നേരിടുകയോ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അത് ആ പ്രയാസത്തിൽ നിന്ന് മാറാൻ ഈ 4 വർഷത്തെ ഡിഗ്രി ചെയ്യുന്നതോടുകൂടി ആ കുട്ടിക്ക് ആ ഒരു അവസരമുണ്ട്. ഇനി ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇത് 3 വർഷം 4 വർഷമാകുന്നു എന്നുള്ള ഒരു ചേഞ്ച് മാത്രമാണ് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചിട്ടുള്ളത്.
എന്നാൽ ഇവിടെ ഈ ഒരു ഈ പ്രാവശ്യത്തെ ചേഞ്ചില് ഇത് മാത്രമല്ല, ഈ 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷം കൊണ്ടും കൂടി ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല കുട്ടികളുടെ മുന്നിലേക്ക് വരുന്ന അവസരം എന്ന് പറഞ്ഞത്. പൊതുവെ പിന്നെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള ചില പോരായ്മകൾ, അതായത് ഒരു തൊഴിലധിഷ്ഠിതമല്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് അല്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് അല്ല എന്ന് തോന്നുന്ന കുറെ പരിമിതികൾ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിലുണ്ട്. അതിനെ ഒട്ടേറെ രൂപത്തിൽ അഡ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു പുതിയ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നമ്മളിപ്പോ നിലവില് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് BSc ഫിസിക്സ് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കോളേജിൽ അവർക്ക് കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആയിട്ട്, നിലവിൽ അതിനെ കോംപ്ലിമെന്ററി എന്നാണ് പറയുന്നത്, കോർ എന്ന ഫിസിക്സിനെയും കോംപ്ലിമെന്ററി ആയിട്ട് ചിലപ്പോൾ നമ്മൾ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് പറയുന്നതെങ്കിൽ അവരെ ആ ഡിഗ്രീനെ അറിയപ്പെടുന്നത് BSc ഫിസിക്സ് വിത്ത് കോർ ആൻഡ് കോംപ്ലിമെന്ററി ആസ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് ഈ പറയാം. ഈ കോർ എന്ന് പറഞ്ഞ പേര് നമ്മൾ മേജർ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറുന്നു. അതേപോലെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞത് മൈനർ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറുന്നു. പേരിൽ മാത്രമല്ല ഈ വർഷം ചേഞ്ച് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. നിലവിൽ BSc ഫിസിക്സ് കഴിയുന്ന ഒരു കുട്ടി ആ കോളേജിലെ കോംപ്ലിമെന്ററി വിഷയങ്ങള് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണെങ്കിൽ ആ കുട്ടിയുടെ മുന്നിൽ വേറെ ചോയ്സ് ഒന്നുമില്ല. ഫിസിക്സിന് ജോയിൻ ചെയ്യുക, ആ കുട്ടി കെമിസ്ട്രിയും അതേപോലെ മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഗ്രാജുവേഷൻ സംവിധാനത്തിലുള്ളൂ. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ BSc ഫിസിക്സിനാണ് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് എങ്കിൽ പോലും മൈനർ ആയിട്ട് ഈ കുട്ടിക്ക് ആ കോളേജ് ഓഫർ ചെയ്യുന്ന മൈനറുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. പൂൾ B, പൂൾ C എന്ന് പറഞ്ഞ 2 ലിസ്റ്റുകൾ ഉണ്ടാവും. ആ 2 ലിസ്റ്റുകളിൽ നിന്ന് ഏത് കോഴ്സിനെ വേണമെങ്കിലും ഈ കുട്ടിക്ക് മൈനർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ട്. എന്ന് പറഞ്ഞാൽ BSc ഫിസിക്സിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ജോയിൻ ചെയ്യുന്ന കോളേജ് ചിലപ്പോൾ ഇംഗ്ലീഷിൽ മൈനർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും കോംപ്ലിമെന്ററി ആയിട്ട്. അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എടുക്കാം. അല്ലെങ്കിൽ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതേ കോളേജ് തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ കോംപ്ലിമെന്ററി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസിനെ കോംപ്ലിമെന്ററി ആയിട്ട് മൈനർ ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിലവിൽ ഒരു ഗ്രാജുവേഷനിലേക്ക് ഒരു 40 കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ 40 കുട്ടികളുടെയും മെയിനും കോംപ്ലിമെന്ററിയും സെയിം ആയിട്ട് തന്നെയാണ് കുട്ടി പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ഇനിയുള്ള സംവിധാനത്തിൽ ഓരോ കുട്ടിയുടെയും മൈനർ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം ആ കുട്ടിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പ്രസക്തി. ഇനി BCom ആണ് ആ കുട്ടി എടുക്കുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻ വന്നു, BComല് നമ്മൾ കൊമേഴ്സ് ആണ് സബ്ജക്ട് എടുക്കുന്നത്, അവിടെ മേജർ മൈനർ എന്ന് പറഞ്ഞിട്ട് പേപ്പറുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മേജർ കോഴ്സുകളായിട്ട് എടുക്കുന്ന കോഴ്സുകൾ ആ BCom ആണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ അതിന്റെ മേജർ പേപ്പറുകൾ ആ കുട്ടി പഠിച്ചു പോകണം. അതിന്റെ കൂടെ മൈനർ ആയിട്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് മാത്തമാറ്റിക്സ് ആ കോളേജിൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മൈനർ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഏത് കോഴ്സിനും ഇത് ഓരോന്നും എന്നില്ല, ഏത് ഡിഗ്രി കോഴ്സ് എടുക്കുകയാണെങ്കിലും ആ ഡിഗ്രി കോഴ്സിന്റെ ഇപ്പൊ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ രൂപത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പൊ അങ്ങനെ ഇപ്പൊ BA ഇംഗ്ലീഷ് ആണ് എടുത്തത് എങ്കിൽ ആ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജ് ഓഫർ ചെയ്യുന്ന ഏത് കോംപ്ലിമെന്ററിയും അവിടെ എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ മറ്റു സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിൽ തന്നെ ഡിഫറെന്റ് പാത്ത് വേസുകൾ ഈ ഒരു സംവിധാനം ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണ് പാത്ത് വേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കുട്ടി BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യുന്നു. ഈ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്ന് വർഷത്തെ കോഴ്സിൽ ഈ കുട്ടി ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള 17 കോഴ്സുകൾ, മേജർ കോഴ്സുകൾ ചെയ്യണം. പിന്നെ ഈ കുട്ടി 6 മൈനർ കോഴ്സുകൾ ചെയ്യണം. ഈ 6 മൈനർ കോഴ്സും ഏത് വേണമെങ്കിലും കുട്ടിക്ക് എടുക്കാം ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി മൈനർ കോഴ്സിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയും ഇല്ലാതെ ഏത് മൈനർ കോഴ്സും എടുത്തു പോകാം എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ 6 മൈനറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഈ 4 സെമസ്റ്ററിലാണ് ഈ 6 മൈനറുകൾ കവർ ചെയ്തു പോകുന്നത്. ഈ 6 മൈനറിൽ ഏത് മൈനർ വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ്. അതാണ് ഒരു പിന്നെ പാത്ത് വേ എന്ന് പറഞ്ഞത്. അത് പിന്നെ സിംഗിൾ മേജർ പാത്ത് വേ ആണ്. അത് മൈനറിന് ഒരു പ്രത്യേകതയും ഇല്ല.
ഏത് മൈനറും എടുക്കാം. ഈ 6 മൈനറുകളും വ്യത്യസ്തമായിട്ട് എടുക്കാം. 6 കോഴ്സാണ് ഈ കുട്ടി കവർ ചെയ്യേണ്ടത്. ഈ 6 കോഴ്സും വ്യത്യസ്തമായിട്ട് എടുക്കാം. അതാണ് നമ്മൾ സിംഗിൾ മൈനർ എന്ന് പറഞ്ഞിട്ട്, സിംഗിൾ മേജർ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒന്നാമത്തെ പാത്വേ. ഇനി രണ്ടാമത്തെ പാത്വേ എന്ന് പറഞ്ഞത് നിലവിലുള്ള സംവിധാനം. നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ നോർമൽ സംവിധാനത്തിൽ നമ്മൾ ഒരു മെയിനും 2 കോംപ്ലിമെന്ററി ആണുള്ളത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ കുട്ടി ആ ഒരു രൂപത്തിലാണ് ഈ കുട്ടി പോകുന്നത് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 6 മൈനർ കോഴ്സിൽ 3 മൈനർ കോഴ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ ഫിസിക്സ് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി 3 മൈനർ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നു, 3 മൈനർ കോഴ്സ് മാത്തമാറ്റിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ഡിഗ്രി അറിയപ്പെടുക BSc ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ 3 എന്നുള്ള രൂപത്തിൽ 6 എടുക്കാം. നേരത്തെ പറഞ്ഞതിൽ 6ഉം വ്യത്യസ്തമാവാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിക്ക് മൈനറിനെ കുറിച്ച് ആ കുട്ടിയുടെ ഡിഗ്രിയുടെ കൂടെ മേജർ മാത്രമേ പറയുള്ളൂ. ഇപ്പൊ BSc ഫിസിക്സ് ആണ്, മൈനർ എല്ലാം 6 പേപ്പറും 6 രൂപത്തിൽ, ഒന്ന് ഇംഗ്ലീഷ് എടുത്തു, ഒന്ന് ഹിസ്റ്ററി എടുത്തു, ഒന്ന് എക്കണോമിക്സ് എടുത്തു, അങ്ങനെ 6 പേപ്പറായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഡിഗ്രിയുടെ പേര് പറയുന്നിടത്ത് മേജർ മാത്രമേ പറയുള്ളൂ, മൈനർ പറയില്ല. അതുകൊണ്ടാണ് സിംഗിൾ മേജർ എന്ന് പറഞ്ഞത്. പിന്നെ മേജർ വിത്ത് 2 മൈനർ ആണ് പിന്നെ ഞാനിപ്പോ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മേജർ വിത്ത് പിന്നെ സിംഗിൾ മൈനർ ഉണ്ട്. സിംഗിൾ മൈനർ എന്ന് പറയുമ്പം ഈ കുട്ടി 6 കോഴ്സുകളും മൈനറായിട്ട് വരുന്ന ആദ്യത്തെ 2 വർഷത്തിൽ വരുന്ന മൈനറായിട്ട് വരുന്ന 6 കോഴ്സുകളും ഒരേ സബ്ജക്റ്റ് തന്നെ എടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിന്നെ BA ഇംഗ്ലീഷ് എടുക്കുന്നു. ആ BA ഇംഗ്ലീഷ് എടുത്ത ഒരു മേജർ എടുത്ത ഒരു കുട്ടി പിന്നെ 6 കോഴ്സും ഹിസ്റ്ററി എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ കോളേജിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഹിസ്റ്ററി ഓഫർ ചെയ്യുന്ന ഒരു കോളേജ് ആണെങ്കിൽ 6 കോഴ്സും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുള്ള 6 മൈനർ കോഴ്സും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡിഗ്രി കിട്ടാൻ പോകുന്നത് BA ഇംഗ്ലീഷ് വിത്ത് സിംഗിൾ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ആയിരിക്കും ആ കുട്ടിയുടെ മൈനർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പൊ ഇത് നിലവിലുള്ള സംവിധാനത്തിൽ ഈ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. കോളേജ് എന്താണോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത്, അതായത് കോളേജിന്റെ പ്രോസ്പെക്ടസിൽ ആദ്യമേ പറഞ്ഞു വെച്ചത് എന്താണോ അത് മാത്രമേ കുട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം നിലവിലുള്ള സംവിധാനത്തിൽ കുട്ടിയാണ് ഈ ഓരോ സെമസ്റ്ററിലും ഏത് പേപ്പറാണ് ഏത് കോഴ്സാണ് മൈനർ ആയിട്ട് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനുള്ള ഓപ്ഷൻ വരുന്നു. പിന്നെ അടുത്ത ഒരു വേ എന്ന് പറഞ്ഞത് വൊക്കേഷണൽ മൈനർ. ചില കോളേജുകളിൽ അവിടുത്തെ വർക്ക് ലോഡിനനുസരിച്ചുകൊണ്ട് മൈനറുകളെ വൊക്കേഷണൽ മൈനർ എന്ന് പറഞ്ഞ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വൊക്കേഷണൽ മൈനറുമായിട്ട് പറയുകയാണെങ്കിൽ അത് എല്ലാ കോളേജിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ കോളേജിന്റെ പ്രോസ്പെക്ടസ് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. ഇങ്ങനെ വൊക്കേഷണൽ മൈനറുകൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അതാണ് പിന്നെ നമ്മള് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്ന അടുത്ത ഓപ്ഷൻ, സിംഗിൾ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ പാത്വേ എന്ന് പറഞ്ഞത് ഡബിൾ മെയിൻ എന്നുള്ളതാണ്. ചില കോളേജുകളിലൊക്കെ ഇപ്പം ചിലയിടത്തൊക്കെ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, നിലവിൽ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഉള്ള രൂപത്തിൽ ഓടുന്നുണ്ട്, കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം ഒരു ഡബിൾ മെയിൻ ആയിട്ട് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 17 കോഴ്സാണ് മേജറിൽ ചെയ്യേണ്ടത്. അതിന് 68 ക്രെഡിറ്റ് ആണ്, 17 × 4. പിന്നെ അതേപോലെ മൈനറിൽ 6 കോഴ്സാണ് ചെയ്യേണ്ടത്, 6 × 4 24 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 82 ക്രെഡിറ്റുകളാണ് മേജറിലും മൈനറിലും കൂടി ഒരു കുട്ടി 3 ഇയർ ഡിഗ്രി കഴിയുമ്പോൾ പൂർത്തിയാക്കേണ്ടത്. ഇതിന് 48 ക്രെഡിറ്റുകൾ ഒരു കോഴ്സിൽ നിന്നും ഒരു സബ്ജക്റ്റിൽ നിന്നും വേറെ 44 ക്രെഡിറ്റുകൾ വേറെ ഒന്നിൽ നിന്നും കൂടി കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 82 അല്ല 92 ക്രെഡിറ്റുകളാണ് ടോട്ടൽ മേജറും മൈനറും കൂടി വരുന്നത്. അത് 2 സബ്ജക്റ്റിൽ, ഒന്നിൽ 48ഉം ഒന്നിൽ 44ഉമായിട്ട് കുട്ടി ഈ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഡബിൾ മെയിൻ ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇപ്പം ചില കോളേജുകളിൽ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്. ചില കോളേജുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഡബിൾ മെയിൻ ഓടുന്നുണ്ട്. അങ്ങനെ ഡബിൾ മെയിൻ ഓടുന്ന കോളേജുകളിൽ ഡബിൾ മെയിൻ ആയിട്ട് തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ 5 പാത്വേസ് ആണ് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി ഈ ഒരു സ്ട്രക്ചറിൽ 3 വർഷത്തെ ഡിഗ്രി സ്ട്രക്ചറിൽ തന്നെ ഒരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ 2 ക്രെഡിറ്റിനുള്ള ഒരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് എന്തായാലും കുട്ടി തീർച്ചയായിട്ടും ഒരു ഇന്റേൺഷിപ്പിലൂടെ കടന്നു പോകണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പൊ അത് പുതിയ കോഴ്സിൽ പുതിയ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഈ ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് ഒന്നും ഉണ്ടാവില്ല.
അത് കുട്ടീനെ പിന്നെ പുറത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആ കോളേജുകൾ പിന്നെ എവിടെയാണോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ കുട്ടിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കോളേജിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു 2 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പ്, ഈ 133 ക്രെഡിറ്റിൽ 2 ക്രെഡിറ്റ് ഇന്റേൺഷിപ്പ് ആണ്. അത് മാൻഡേറ്ററി ആണ്. നിലവിലുള്ള ഗ്രാജുവേഷനിൽ പല ഗ്രാജുവേഷനിലും ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി അല്ല. അപ്പൊ ഇവിടെ 2 പിന്നെ കോഴ്സ് മാൻഡേറ്ററി ആണ്. 2 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സ് ചെയ്യൽ മാൻഡേറ്ററി ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ രൂപത്തിൽ തന്നെ ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. പിന്നെ ഇനി മറ്റൊരു വ്യത്യാസം ഈ പുതിയ സംവിധാനം വരുമ്പോൾ മറ്റൊരു കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് ഭാഷാ പഠനത്തിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠനത്തിലുള്ള പിന്നെ ചില മാറ്റങ്ങളാണ്. ഇംഗ്ലീഷും അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ നിലവിൽ പിന്നെ അതിനെ കോമൺ കോഴ്സുകൾ എന്നാണ് പറയുന്നത്. ആ കോമൺ കോഴ്സുകളിൽ സാധാരണഗതിയിൽ പിന്നെ നോർമൽ BSc ഒക്കെ ആണെങ്കിൽ അവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ 2 കോഴ്സുകൾ ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും, അതേപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഒരു 13 പിന്നെ അവർ, ടോട്ടൽ 25 അവർ വർക്ക് ലോഡിൽ 13 അവറും ഒരു കുട്ടി സ്പെൻഡ് ചെയ്യേണ്ടത് നിലവിലുള്ള സംവിധാന പ്രകാരം ലാംഗ്വേജിൽ മാത്രമാണ്. അതായത് 9 അവർ ഇംഗ്ലീഷിലും അതേപോലെ വേറൊരു 4 അവർ പിന്നെ ഈ സെക്കൻഡ് ലാംഗ്വേജിലാണ് പിന്നെ ഓരോ കുട്ടിയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ പിന്നെ ഈ ലാംഗ്വേജ് പേപ്പറുകളെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുന്നത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ 4 തലത്തിലുള്ള സ്കില്ലുകൾ, അതായത് പിന്നെ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, ഈ 4 വ്യത്യസ്ത ഭാഷയിലുള്ള ഈ 4 സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലാണ് അതിന്റെ ഘടന. ഓരോ ഭാഷാ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ഭാഷാ ബോർഡ് ഓഫ് സ്റ്റഡീസുകളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിലൂടെ കടന്നു പോകേണ്ടത്. അപ്പൊ നിലവിൽ 13 അവർ ഭാഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ഓരോ സെമസ്റ്ററിൽ 7 hours ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അവർക്ക് കിട്ടുന്നത്, കുട്ടീനെ കിട്ടുന്നത് വെറുതെ ഒരു പ്രോസോ പോയട്രിയോ നമ്മൾ വെറുതെ വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുട്ടിയുടെ എബിലിറ്റി എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത അതിലുള്ള പ്രത്യേകത, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളുടെ പ്രത്യേകത. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സുകളായിട്ട് കോഴ്സുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊരു അതാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലൂടെ കുട്ടി കടന്നു പോകണം. എന്താ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 3 വെയിറ്റേജിനുള്ള ഒരു കോഴ്സാണ്, 3 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കുട്ടി ഹിസ്റ്ററിയിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ്. ആ കുട്ടി സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഹിസ്റ്ററിയിലേക്ക് വന്നതാണ് എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം. അപ്പൊ അതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടിക്കുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന കോഴ്സ് അത് കമ്പാരിറ്റീവ്ലി ആർക്കും പിന്നെ അല്ലെങ്കിൽ ഗ്രാജുവേഷന് വരുന്ന ആർക്കും എടുക്കാവുന്ന രൂപത്തിലായിരിക്കും അതിന്റെ ഒരു ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. അത് പിന്നെ ആ കോളേജിലെ ഏത് ഡിപ്പാർട്ട്മെന്റും, ഈ ഇൻക്ലൂഡിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടാവും, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടാവും. ആ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഈ കുട്ടിക്ക് എടുക്കാവുന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിലും അതേപോലെ സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും ആയിട്ട് 3 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഈ കുട്ടി ഒരു 3 വർഷത്തെ ഗ്രാജുവേഷൻ പൂർത്തിയാവുന്നതിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് മറ്റ് പല കോഴ്സുകളും കുറച്ചുകൂടി സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കോഴ്സുകൾ ഈ ഒരു ആദ്യത്തെ 3 വർഷത്തെ 133 ക്രെഡിറ്റിൽ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടിയുടെ കുറച്ചുകൂടി അതത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ഉണ്ടാവേണ്ട സ്കില്ലുകളായിരിക്കും ആ കോഴ്സ്
കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ കുട്ടി ആർജിച്ചെടുക്കേണ്ട സ്കില്ലുകളായിരിക്കും ആ കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അത് കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ അവിടെയും ചോയ്സ് ഉണ്ട് കുട്ടിക്ക്. ഇപ്പോ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കുറച്ച് ഫിസിക്സിൽ എന്തെങ്കിലും ഒരു സ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടത്തുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം തത്വത്തിൽ പറഞ്ഞാല് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മുന്നിൽ ഡിഫറെന്റ് ബാസ്ക്കറ്റ്സുകൾ അവിടെ ഓപ്പൺ ആണ്. അപ്പൊ അതിൽ നിന്ന് കുട്ടിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എനിക്ക് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എന്റെ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട്. വെറുതെ എളുപ്പമുള്ളത് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കുമ്പം ഞാൻ ഏതൊക്കെ ലെവലിലാണോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ആ ഇമ്പ്രൂവ്മെന്റ് ഏത് ഫീൽഡിലേക്കാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ആ ഫീൽഡിലേക്ക് ആവശ്യമുള്ള എനിക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ ഏതാണോ ആ സബ്ജക്റ്റുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് തെരഞ്ഞെടുത്തുകൊണ്ട് മൈനർ കോഴ്സുകളാണെങ്കിലും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളാണെങ്കിലും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ആണെങ്കിലും ഇതെല്ലാം തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ കുട്ടിയുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുതെ 3 വർഷം എന്നുള്ളത് 4 വർഷം ആക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് വലിയൊരു ചേഞ്ചാണ് ഈ ഒരു സംവിധാനത്തിൽ നിൽക്കുന്നത്. ചില മെസ്സേജുകൾ കാണുന്നു, നിലവിലുള്ള സംവിധാനമല്ലേ നല്ലത്, പിന്നെ അത് രൂപത്തിൽ തന്നെ പോയാൽ പോരെ എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, നിലവിലുള്ള സംവിധാനത്തിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ മിക്കവാറും എല്ലാ കോളേജുകളിലും ആ രൂപത്തിൽ തന്നെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ പിന്നെ ബികോമിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി ആ ബികോമിന്റെ മൈനറുകള് നിലവിലുള്ള മൈനറുകളും ആ മൈനറുകൾ ആ ബികോം കുട്ടി ഓഫർ ചെയ്യുന്നുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ തന്നെ വേണമെങ്കിൽ ഒരു കുട്ടിക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അങ്ങനെയല്ല. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഒരു ബികോമിന് ജോയിൻ ചെയ്ത ഒരു കുട്ടി മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതേസമയം മൈനറുകളുടെ സെലക്ഷൻ അങ്ങനെയല്ല, അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓഫർ ചെയ്യുന്ന മൈനറുകൾ തന്നെ ആ കുട്ടിക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനത്തിൽ പോകുന്നതിന് ഒരു കുട്ടി ആ രൂപത്തിൽ തന്നെയാണ് എനിക്ക് ഗ്രാജുവേഷൻ വേണ്ടത് എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അതിന് പുറമെയാണ് കുറച്ചുകൂടി അഡീഷണൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ഓപ്ഷൻസുകൾ, അഡീഷണൽ ചോയ്സുകൾ ഈ കുട്ടിക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. 4ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ 2 സെമസ്റ്റർ ആണ്. അവിടെ പിന്നെ 7ാമത്തെ സെമസ്റ്ററും 8ാമത്തെ സെമസ്റ്ററും. ഈ 7ാമത്തെ സെമസ്റ്ററിൽ ഒരു കുട്ടി കടന്നു പോകേണ്ടത് 5 കോഴ്സുകളിലൂടെയാണ്. 5 കോഴ്സുകളിലൂടെ 20 പിന്നെ ക്രെഡിറ്റ് ആ കുട്ടിക്ക് ആർജിക്കാൻ പറ്റും. പിന്നെ 8ാമത്തെ സെമസ്റ്ററിൽ പിന്നീട് ആ കുട്ടി 24 ക്രെഡിറ്റ് കിട്ടണം. 24 ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ ഞാൻ പറഞ്ഞ പിന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ 12 ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുക. പിന്നെ 12 ക്രെഡിറ്റിന്റെ 3 കോഴ്സുകൾ ചെയ്യുക. അങ്ങനെ 24 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ. ഇനി ഓണേഴ്സ് മാത്രമാണെങ്കിൽ വേണമെങ്കിൽ ആ കുട്ടിക്ക് 6 പേപ്പറുകളായിട്ട് തന്നെ പഠിച്ചു പോകാനുള്ള 6 കോഴ്സുകൾ തന്നെ ചെയ്തു പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല കുട്ടിക്ക് ഒരു പിന്നെ തൊഴിലധിഷ്ഠിതമായിട്ടോ മറ്റോ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും 8th സെമസ്റ്ററിൽ അധികവും പിന്നെ ക്ലാസ് റൂം ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഈ കുട്ടിക്ക് പിന്നെ ഓൺലൈൻ ആയിട്ടും കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് എനേബിൾഡ് ആണ്. ഈ കുട്ടി പുറത്തുള്ള യൂണിവേഴ്സിറ്റി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ മിക്കവാറും എല്ലാ കോളേജുകളും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ രജിസ്റ്റർ ചെയ്ത കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള കോഴ്സുകൾ എടുത്തുകൊണ്ടും ഈ കുട്ടിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഓൺലൈൻ ആയിട്ടും ചിലപ്പോൾ വിദേശ സർവകലാശാലകളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ചില സ്വയം പോലെയുള്ള പോർട്ടലുകൾ, MPTEL സ്വയം പോലെയുള്ള പോർട്ടലുകളിൽ ഓൺലൈൻ കോഴ്സുകൾ ഓഫർ ചെയ്യാറുണ്ട്. അതിന് ക്രെഡിറ്റ്, ആ കോഴ്സിന്റെ ക്രെഡിറ്റിനെ കുറിച്ച് ആരോ സംശയം ചോദിച്ചു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സിനുള്ള ഒരു മൂല്യം എത്രയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ വർക്ക് എത്ര ഉണ്ടാവും. നോർമലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ വിഭാവനം ചെയ്തത്
4 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സ് ആണെങ്കിൽ അത് ആഴ്ചയിൽ 4 മണിക്കൂർ ആ കോഴ്സ് പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ 3 ക്രെഡിറ്റ് ഉള്ള കോഴ്സ് ആണെങ്കിൽ 3 മണിക്കൂർ ആയിരിക്കും അതിന് പഠിപ്പിക്കാൻ ഉണ്ടാവുക. അപ്പം അതിന്റെ ഒരു വെയിറ്റ് ആണ്, ഒരു കോഴ്സിന്റെ വെയിറ്റ് ആണ് ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പല ഈ ഓൺലൈൻ പോർട്ടലുകളും ഓൺലൈൻ പിന്നെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസുകളും ഓരോ കോഴ്സ് പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം ക്രെഡിറ്റുകൾ ആ ഓൺലൈൻ കോഴ്സ് ചെയ്ത് അതിന്റെ പിന്നെ എക്സാമിനേഷൻ പാസ്സായതിന്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ഈ കുട്ടിയുടെ എവിടെയാണോ ഡിഗ്രി ചെയ്യുന്നത് അവിടെ വന്നിട്ട് ആ ക്രെഡിറ്റിനെ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നിലവിൽ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് കുട്ടിക്ക് ചെയ്യാം, കുട്ടിയുടെ ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ കിടക്കുമെന്നേ ഉള്ളൂ. അതേസമയം അതിന് കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിലേക്ക് അതിന്റെ ക്രെഡിറ്റ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലുള്ള പുതിയ സംവിധാനത്തിൽ അത്തരം പുറത്തു നിന്നുള്ള ക്രെഡിറ്റുകളും കൂടെ ഈ ഒരു ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസും കൂടി ഈ ഒരു പുതിയ സംവിധാനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിലവില് ചില യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള കോഴ്സുകൾ ഈ ഒരു ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ പിന്നെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒരു ഓപ്ഷൻസ് നിലവിലുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ലാംഗ്വേജ് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് കുട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ അഞ്ചാമത്തെ സെമസ്റ്ററിൽ പിന്നെ അഞ്ചാമത്തെ സെമസ്റ്ററിൽ ഒരു കുട്ടിക്ക് ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ടായിരുന്നു. അത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ലിമിറ്റഡ് ചോയ്സ് ആയിരുന്നു ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി എങ്ങനെയാണോ ഒരു പ്രോഗ്രാം, ഇപ്പൊ BA പ്രോഗ്രാം, ഒരു BA ഹിസ്റ്ററി പ്രോഗ്രാം അല്ലെങ്കിൽ BA എക്കണോമിക്സ് പ്രോഗ്രാം എങ്ങനെയാണോ അതിന്റെ കോംപ്ലിമെന്ററി എന്താണോ ആ കോഴ്സ് അലോക്കേറ്റ് ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും എന്താണ് ഇവരുടെ കോംപ്ലിമെന്ററി എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു രൂപത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോവാൻ മാത്രമേ ആ കുട്ടിക്ക് പറ്റുമായിരുന്നുള്ളൂ. അതിൽ നിന്നും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് ഇതിന്റെ ഒരു ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ US ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഒരു 4 ഇയർ ഗ്രാജുവേഷനെ കൊണ്ടേ വാല്യൂ ഉള്ളൂ എന്നുള്ളടത്ത് ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ 3 ഇയർ കഴിഞ്ഞ് ആ കുട്ടിക്ക് 4 ഇയറിലേക്ക് പോകുമ്പോൾ കുറെ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ 4 ഇയർ കൊണ്ട് പറ്റും. അതോടൊപ്പം തന്നെ 3 ഇയറിനെ കൊണ്ട് ക്വിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിക്ക് പിന്നെ 4 വർഷ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ PhDക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇപ്പം നിലവില് കഴിഞ്ഞ ദിവസം പിന്നെ നെറ്റ് എക്സാമിനേഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ആ കോൾ ഫോർ ചെയ്തപ്പോൾ നിലവില് നെറ്റ് എക്സാമിനേഷന്റെ എഴുതാനുള്ള യോഗ്യത എന്ന് പറഞ്ഞത് PG ആണ്. അപ്പം ഈ വർഷം മുതൽ നെറ്റ് എക്സാമിനേഷൻ 4 വർഷ ഡിഗ്രി കഴിഞ്ഞവർക്കും 4th ഇയർ ഡിഗ്രി ആയ വിദ്യാർത്ഥികൾക്കും പിന്നെ ഈ ഒരു നെറ്റ് എക്സാമിനേഷൻ എഴുതാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ആ നെറ്റ് എക്സാമിനേഷൻ എഴുതിയത് ക്വാളിഫൈ ചെയ്തത് കൊണ്ട് ഈ 4 വർഷ ഡിഗ്രിയും നെറ്റ് എക്സാമിനേഷനും ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് കോളേജിൽ അധ്യാപകനാകാൻ കഴിയില്ല. അത് ഈ നെറ്റ് ക്വാളിഫിക്കേഷൻ PhD അഡ്മിഷന് പലപ്പോഴും നെറ്റാണ് പല യൂണിവേഴ്സിറ്റീസും മാനദണ്ഡമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് 4 വർഷം കഴിയുമ്പോൾ തന്നെ നെറ്റ് എഴുതിയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ എനേബിൾഡ് ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫണ്ടമെന്റൽ. ഇതിന്റെ ഇനി ഒരു കാൽക്കുലേഷൻ പാർട്ടില് ഒരു ക്രെഡിറ്റിനെ സംബന്ധിക്കുന്ന അപ്പം 133 177 ഇങ്ങനെ മാത്രമാണ് ഞാൻ ക്രെഡിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇതില് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് മേജറിൽ എത്ര ക്രെഡിറ്റ് വേണം, മൈനറിൽ എത്ര ക്രെഡിറ്റ് വേണം, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എത്ര ക്രെഡിറ്റ് വേണം, വാല്യൂ ആഡഡ് കോഴ്സ് എത്ര ക്രെഡിറ്റ് വേണം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എത്ര ക്രെഡിറ്റ് വേണം, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എത്ര ക്രെഡിറ്റ് വേണം എന്നുള്ളതൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിലൂടെ മാത്രമേ കുട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാലും ഒരു വലിയ ഒരു അളവിലുള്ള സ്വാതന്ത്ര്യം ഈ ചോയ്സിൽ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഡൗട്ട്സുകൾ പലരും ചോദിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷനിലൂടെ ബാക്കി കാര്യങ്ങളും കൂടി പറയാവുന്നതാണ്.